ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. വയനാട് ജില്ലയിലെ വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായുള്ള ട്രക്കിംഗ്, റിസോർട്ടുകൾ, ഹോം സ്റ്റേകൾ, സാഹസിക വിനോദ കേന്ദ്രങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. ജില്ലാ കലക്ടർ ഇതു സംബന്ധിച്ച ഉത്തരവിറക്കി. വയനാട്ടിലെ വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായുള്ള ട്രക്കിംഗ്, റിസോർട്ടുകൾ, ഹോം സ്റ്റേകൾ, സാഹസിക വിനോദ കേന്ദ്രങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ ജില്ലാ ഭരണകൂടം പിൻവലിച്ചു. എന്നാൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ 8 മുതൽ 13 വരെയുള്ള വാർഡുകളിലെ വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായുള്ള ട്രക്കിംഗ്, റിസോർട്ടുകൾ, ഹോം സ്റ്റേകൾ, സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് നിയന്ത്രണം തുടരും. അമ്പലവയൽ ഗ്രാമപഞ്ചായത്തിലെ എടയ്ക്കൽ ടൂറിസം കേന്ദ്രത്തിനും മാനന്തവാടി താലൂക്കിലെ മുനീശ്വരം കുന്ന്, കുറുവാദ്വീപ് ടൂറിസം കേന്ദ്രങ്ങൾക്കും നിയന്ത്രണങ്ങൾ തുടരുമെന്ന് ജില്ലാ കളക്ടർ DR മേഘശ്രീ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. ക്വാറികളുടെ പ്രവർത്തനങ്ങൾക്കും യന്ത്രസഹായത്തോടെയുള്ള മണ്ണ് നീക്കത്തിനും ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളും തുടരും. ഉത്തരവ് ലംഘിക്കുന്നവർക്കെതിരെ ദുരന്ത നിവാരണ നിയമം 2005 സെക്ഷൻ 51, 55 വകുപ്പുകൾ പ്രകാരം ശിക്ഷാ നടപടികൾ സ്വീകരിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ട്രെയിൻ യാത്രയിൽ ടിക്കറ്റിന് തെളിവായി വാട്സാപ്പിൽ അയച്ച പകർപ്പുകളോ സ്ക്രീൻഷോട്ടുകളോ PDF സ്വീകരിക്കില്ലെന്ന് റെയിൽവേ. റെയിൽ 1 ആപ്പ് വഴി ബുക്ക് ചെയ്ത അൺറിസർവ്ഡ് ടിക്കറ്റും ടിക്കറ്റ് ബുക്ക് ചെയ്ത മൊബൈലും പരിശോധനാ സമയത്ത് നിർബന്ധമാണ്. യാത്രക്കാരൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത ഫോണിൽ തന്നെ ടിക്കറ്റ് ഉണ്ടായിരിക്കണമെന്നാണ് റെയിൽവേയുടെ പുതുക്കിയ നിയമം പറയുന്നത്. അതായത് റെയിൽ 1 ആപ്പ് വഴി ബുക്ക് ചെയ്യുന്ന ഡിജിറ്റൽ അൺറിസർവ്ഡ് ടിക്കറ്റുകളുമായി യാത്ര ചെയ്യുന്ന യാത്രക്കാർ ബുക്കിംഗ് നടത്താൻ ഉപയോഗിച്ച അതേ മൊബൈൽ ഫോണിൽ ഒറിജിനൽ ടിക്കറ്റിന്റെ പകർപ്പുകൾ ഹാജരാക്കണം. ഒരു ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് കൊണ്ടുപോകേണ്ടത് നിർബന്ധമാണ്. വാട്സാപ്പ്, സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ മറ്റ് മാർഗങ്ങൾ വഴി ലഭിക്കുന്ന ടിക്കറ്റുകൾ സാധുവായ യാത്രാ ടിക്കറ്റായി കണക്കാക്കില്ല. ടിക്കറ്റ് പരിശോധനയ്ക്കിടെ യഥാർത്ഥ ഡിജിറ്റൽ ടിക്കറ്റിന് പകരം വാട്സാപ്പ് സ്ക്രീൻഷോട്ട് കാണിച്ചതിന് യാത്രക്കാരന് പിഴ ചുമത്തിയതിനെ തുടർന്നാണ് റെയിൽവേയുടെ വിശദീകരണം. ട്രെയിൻ പുറപ്പെടുന്നതിന് മുൻപ് യാത്രക്കാർ അവരുടെ ഡിജിറ്റൽ അൺറിസർവ്ഡ് ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ട്രെയിൻ കടന്നുപോയ ശേഷം എടുത്ത ടിക്കറ്റ് അസാധുവായി കണക്കാക്കപ്പെടുമെന്ന് സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ അവരുടെ ഔദ്യോഗിക X അക്കൗണ്ടിൽ അറിയിച്ചു. പ്രായമായ യാത്രക്കാർക്കും ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ ആശ്രയിക്കുന്ന മറ്റുള്ളവർക്കും ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഈ നിയമം അസൗകര്യമുണ്ടാക്കും എന്നാണ് ഉയരുന്ന വിമർശനം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങളുടെ ചിട്ടികളുടെ നടത്തിപ്പിൽ ഓഡിറ്റ് നടത്താൻ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ആദ്യഘട്ടമായി കേരളത്തിലാണ് പരിശോധന. സംഘങ്ങളുടെ ഇടപാടുകൾ ഇതുവരെ CAG ഓഡിറ്റിൽ ഭാഗമാക്കിയിരുന്നില്ല. സഹകരണ സംഘങ്ങളുടെ ചിട്ടി നടത്തിപ്പിൽ ഓഡിറ്റ് നടത്താനാണ് CAG നീക്കം. ഓരോ സംഘവും നടത്തുന്ന ചിട്ടികളുടെ കണക്ക് നൽകണമെന്ന് CAG സഹകരണ വകുപ്പിന് കത്തു നൽകി. ചിട്ടി നടത്തുന്നത് ശരിയായ രജിസ്ട്രേഷനിലൂടെ അല്ലെന്നും സർക്കാരിന് ലഭിക്കേണ്ട നികുതി ഉൾപ്പെടെയുള്ള വിഹിതം നഷ്ടമാകുന്നുണ്ടെന്നുമാണ് CAGയുടെ പ്രാഥമിക വിലയിരുത്തൽ. സഹകരണ സംഘങ്ങൾ ചിട്ടി നടത്തുന്നില്ലെന്നാണ് സർക്കാർ ഇതുവരെ സ്വീകരിച്ച നിലപാട്. ചിട്ടി എന്ന പേരുപയോഗിച്ച് ഒരു സമ്പാദ്യ പദ്ധതിയും നടത്തരുതെന്ന് സഹകരണ സംഘം രജിസ്ട്രാർ സർക്കുലർ ഇറക്കുകയും ചെയ്തിരുന്നു. മാസ സമ്പാദ്യ പദ്ധതി എന്ന പേരിലാണ് ചിട്ടിക്ക് സമാനമായ ഇടപാട് സഹകരണ സംഘങ്ങൾ നടത്തുന്നത്. ഒരു വ്യക്തി ഒരു നിശ്ചിത എണ്ണം വ്യക്തികളുമായി ഒരു നിശ്ചിത കാലയളവിൽ ആനുകാലിക ഗഡുക്കളായി ഒരു നിശ്ചിത തുക നൽകുകയും ഓരോ വരിക്കാരനും നറുക്കെടുപ്പിലൂടെയോ ലേലത്തിലൂടെയോ അല്ലെങ്കിൽ നേരത്തെ നിശ്ചയിച്ച മറ്റു രീതിയിലോ തുക കൈപ്പറ്റുകയും ചെയ്യുന്നതാണ് ചിട്ടി. അതിനാൽ ചിട്ടി എന്ന പേര് ഉപയോഗിച്ചില്ലെങ്കിലും ചിറ്റ് ഫണ്ട് നിയമത്തിൽ പറയുന്നതുപോലെ ചിട്ടികളുടെ നിർവചനത്തിൽ സഹകരണ സംഘങ്ങളുടെ പ്രതിമാസ നിക്ഷേപ പദ്ധതി, ഗ്രൂപ്പ് നിക്ഷേപ പദ്ധതി എന്നിവ ഉൾപ്പെടുമെന്ന് CAG വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കോറോ ഹെൽത്തിന് പിന്നാലെ ജീവനക്കാരെ വഴിയാധാരമാക്കി ടാൽറോപ്പ്. കൊച്ചി ആസ്ഥാനമായ കമ്പനിയിലാണ് കൂട്ടപ്പിരിച്ചുവിടൽ. കൊച്ചി ആസ്ഥാനമായ ടാൽറോപ്പ് കമ്പനിയിലാണ് കൂട്ടപ്പിരിച്ചുവിടൽ നടന്നിരിക്കുന്നത്. ശമ്പളവും ജോലിയുമില്ലാതെ 300ഓളം ജീവനക്കാരാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. ശമ്പള കുടിശ്ശിക നൽകാതെ ടാൽറോപ്പ് എന്ന കമ്പനി പെട്ടെന്ന് തങ്ങളെ പിരിച്ചുവിടുകയായിരുന്നു എന്നാണ് ജീവനക്കാർ പറയുന്നത്. 6 മുതൽ 11 മാസം വരെ ശമ്പള കുടിശ്ശിക കിട്ടാനുണ്ടെന്ന് ജീവനക്കാർ പറയുന്നു. AI മൂലം കമ്പനി പൂട്ടുകയാണെന്നാണ് ഉടമകളുടെ വിശദീകരണം. നിയമപരിധികൾ ഉപയോഗിച്ചായിരുന്നു പിരിച്ചുവിടൽ നടത്തിയത്. 19 കമ്പനികളിലായിട്ടാണ് ജീവനക്കാർ ജോലിയെടുത്തത്. കഴിഞ്ഞ ജനുവരിയിൽ തന്നെ കമ്പനി നഷ്ടത്തിലാണെന്ന ഔദ്യോഗിക വിവരം ജീവനക്കാർക്ക് നൽകിയിരുന്നു. എന്നാൽ മറ്റു പല ഇൻവെസ്റ്റ്മെന്റുകളുമായി കമ്പനി മുന്നോട്ടു പോകുന്നുണ്ട്. കഴിഞ്ഞ വർഷം മുതൽ ശമ്പള കുടിശ്ശിക തീർക്കുമെന്ന് കമ്പനി പറയുന്നുണ്ട്. എന്നാൽ ഡേറ്റ് പലതവണ മാറ്റി പറയുന്നതിനാൽ വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളതെന്ന് ജീവനക്കാർ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.